എല്ലാവർക്കും നമസ്കാരം. ടെംപെസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +2 ബോട്ടണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പതിവായി ചോദിക്കുന്ന പാഠഭാഗങ്ങളാണ്. ഓരോ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഭാഗങ്ങൾ ആവർത്തിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാനായി കഴിയും. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഭാഗങ്ങൾ ഓരോ വീഡിയോ സീരീസുകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലറായി ഈ വീഡിയോകൾ കാണുകയാണെങ്കിൽ മുഴുവൻ മാർക്ക് നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഷുവർ. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. എങ്കിൽ പാഠഭാഗങ്ങൾ വളരെ കൃത്യമായി പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഓക്കെ. 10 പോയിന്റ്സ് ഡിസ്കഷൻ. 10 പോയിന്റുകളാണ് ഈ വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ വീഡിയോ സീരീസിലും 10 പോയിന്റുകൾ വീതമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലാദ്യം PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എയിം എന്താണ്? ആംപ്ലിഫൈ DNA അപ് ടു 1 ബില്യൺ കോപ്പീസ്. ഇതിലെ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു: ഡിനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം ടാക്ക് പോളിമറൈസ്. എൻസൈം ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ഏതെല്ലാം രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളത്? ഓരോ തരത്തിലും വരുന്ന ചോദ്യങ്ങൾ ഇവിടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. PCR is meant for making the multiple copies of the gene of interest. A. Give the major step involved in PCR. B. Name the thermostable DNA polymerase enzyme is used in this technique. Why? ഇതിനെല്ലാമുള്ള ആൻസർ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം. ഇൻ PCR ടെക്നിക്ക്, ന്യൂക്ലിയോടൈഡ്സ് ആഡ് 1 by 1 on template strand with the help of polymerase enzyme. From which organism it is isolated? അതിനുള്ള ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു രീതിയിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് സിന്തസൈസ്ഡ് in vitro using DNA polymerase enzyme. A. Which are the 3 steps of the above process? B. Find out the DNA polymerase enzyme used here. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് എ പ്രോമിസിംഗ് ബ്രാഞ്ച് റീസെൻ്റ്ലി ഡെവലപ്ഡ് ഇൻ ബയോളജിക്കൽ സയൻസ്. എ. എക്സ്പാൻഡ് PCR ആൻഡ് നെയിം 3 സ്റ്റെപ്സ് ഇൻ ഈച്ച് സൈക്കിൾ. അവിടെയും PCRനെ സംബന്ധിക്കുന്ന ചോദ്യമാണ് കണ്ടത്. അതുപോലെ തന്നെ ഡിനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ആർ 3 സ്റ്റെപ്സ് ഓഫ് എ പ്രോസസ് യൂസ്ഡ് ഫോർ ജീൻ ആംപ്ലിഫിക്കേഷൻ. എ. നെയിം ദ പ്രോസസ്. ബി. നെയിം ദ ഓർഗാനിസം from which DNA polymerase for this process is extracted. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രത്യേകം നോക്കുക. നെക്സ്റ്റ്, BT കോട്ടൺ. BT stands for Bacillus thuringiensis. Crygene transferred into cotton plants. Gene expressed result insecticidal protein crystals. ബാക്ടീരിയയിൽ നിന്ന് ക്രൈജീൻ കോട്ടൺ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ കോട്ടൺ പ്ലാന്റ്സിൽ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത്തരം പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഇൻസെക്റ്റിൻ്റെ ഗട്ടിലുള്ള ആൽക്കലൈൻ PHൽ സോലുബിലൈസ് ആകുകയും അങ്ങനെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ബൈൻഡ് ചെയ്യുന്നു. തുടർന്ന് പോഴ്സ് ഫോം ചെയ്യുകയാണ്. ഇതുമൂലം സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, ലൈസിസ് സംഭവിക്കുന്നു, അവസാനം ഇൻസെക്റ്റിൻ്റെ ഡെത്തിന് കാരണമാവുകയാണ്. ഇവിടെ ചില ക്രൈജീനിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ക്രൈവൺ AB കൺട്രോൾ കോൺ ബോറേഴ്സ്, ക്രൈവൺ AC, ക്രൈ2 AB കൺട്രോൾ ബോൾ വേംസ്. ഇനി ചില ചോദ്യങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളതെന്ന് നോക്കാം. ആദ്യം, BT cotton is an example of
genetically engineered cotton. What does BT stands for? Name the gene responsible for BT toxin production. How does the toxin kill the insect? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. വ്യക്തമായി നോക്കുക. നെക്സ്റ്റ്, ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ വിൽ ലെഡ് ടു പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് which could decrease the amount of pesticides used. For example, BT cotton. Expand the letter B and T. അതും ഇവിടെ കൊടുത്തിരിക്കുന്നു. Next, BT cotton is a well-known example of application of biotechnology in agriculture. BT cotton reduces use of pesticides. Explain. Next, BT toxin is produced by Bacillus thuringiensis that can kill certain insects. A. Name the bacterial gene that is producing this toxin. B. Why the toxin produced by bacterium is non-toxic to it. Next, BT plants are genetically engineered insect-resistant plants. A. What does BT stands for? B. Cite examples for any two cry genes which produce BT toxin. Next, cry genes are of different types. A. Name 3 cry genes. B. Write the uses of proteins produced by these genes. ഇത്രയും ചോദ്യങ്ങൾക്കുള്ള സാധ്യതകളാണ് ഈ ഭാഗത്തു നിന്ന് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ്, ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്നാൽ എന്ത്? റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫോൾട്ടി ജീൻ ബൈ ഫങ്ഷണൽ ജീൻ. ഇവിടെ ADA ഡെഫിഷ്യൻസി കൊടുത്തിരിക്കുകയാണ്. അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി. ആദ്യമായി ജീൻ തെറാപ്പി ചെയ്തത് ഇത്തരം ഡിസീസിലാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിന് മുൻപ് ചെയ്തിരുന്ന മെത്തഡാണ് 1. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, 2. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഈ രീതിയിലാണ് രോഗം പരിഹരിക്കാനായി ശ്രമിച്ചിരുന്നത്. ആഫ്റ്റർ ജനറ്റിക് എഞ്ചിനീയറിംഗിന് ശേഷം ലിംഫോസൈറ്റ്സ് കൾച്ചേർഡ് ആൻഡ് ഇൻ ടു ദിസ് ഫങ്ഷണൽ ADA DNA ഇൻസേർട്ടഡ്, ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പേഷ്യൻസ് ബോഡി. ലിംഫോസൈറ്റുകൾ കൾച്ചർ ചെയ്യുന്നു, അതിലേക്ക് ഫങ്ഷണൽ ADA DNA ഇൻസേർട്ട് ചെയ്യുകയാണ്. പിന്നീട് അത്തരം കറക്റ്റഡ് ആയിട്ടുള്ള ജീൻ പേഷ്യൻസിൻ്റെ ബോഡിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇവിടെ പെർമനൻ്റ് ക്യൂറിന് വേണ്ടി ഫങ്ഷണൽ ADA DNA എംബ്രിയോണിക് സ്റ്റേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലം രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നു എന്നുള്ളതാണ്. രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുടെ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ജീൻ തെറാപ്പി aims in correcting disease caused by defective gene. A child is suffering from disease due to deficiency of ADA enzyme. ADA gene which normally produce the enzyme is missing in the patient. Recommend any 2 methods to treat the child. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. നെക്സ്റ്റ്, സോഫിക് വാസ് ബോൺ വിത്ത് ജനറ്റിക് ഡിസോർഡർ ADA deficiency. A. What is ADA deficiency? B. Can you suggest methods to treat this ADA deficiency? Next, in human beings, certain diseases are caused due to genetic disorders. A. Name the method that allows the correction of a genetic defect that has been diagnosed in a child or embryo. B. How this method has been used for treating ADA deficiency. ഇതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. മറ്റൊരു ചോദ്യം. ഇൻ 1990, ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഹ്യൂമൻ ജീൻ തെറാപ്പി വാസ് പെർഫോംഡ് ഇൻ 4-year-old girl ഡി സിൽവ വിത്ത് അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി. എ. നെയിം ദ മെത്തേഡ് യൂസ്ഡ് ടു ക്യൂർ ദ ഡിസീസ്. ബി. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് rDNA ടെക്നോളജി യൂസ്ഡ് ടു റിക്കവർ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി. സി. Which is the best cure for this disease? ADA deficiency is permanently cured by gene therapy. A. Expand ADA. B. Write its normal function in human body.
C. If gene for ADA is deleted, the person will become susceptible to attack of pathogens and die of ordinary disease. By analyzing the given statement, can you explain the role of ADA? D. Can you suggest alternative methods for curing the same disease? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എല്ലാം കൃത്യമായി നോക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് 2 times. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. 2 പ്രാവശ്യം ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രക്രിയയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആദ്യത്തേത് സിംഗമി. മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ് സെൽ, റിസൾട്ട് സൈഗോട്ട്, ഡിപ്ലോയ്ഡ് കണ്ടീഷനാണ്. രണ്ടാമത്തേത് ട്രിപ്പിൾ ഫ്യൂഷൻ. മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് 2 polar ന്യൂക്ലിയൈ, റിസൾട്ട് പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, ട്രിപ്ലോയ്ഡ് കണ്ടീഷനാണ്. ഇവിടെ ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്? ഇതിൽ ആദ്യം ഹാപ്ലോഡി, ഡിപ്ലോഡി ആൻഡ് ട്രിപ്ലോഡി ആർ the ploidy level of angiosperm plant parts from a seed is given below. Find out the chromosome status of each part. B. How will you give explanation to reduction of chromosome number from diploid to haploid? Next, from the following select the 2 having haploid chromosome number. A. Egg. B. Endosperm. C. Zygote. D. Pollen. ഇവിടെ എഗ്ഗും പൊള്ളനുമാണ് ഹാപ്ലോയ്ഡ് കണ്ടീഷനായി വരുന്നത്. നെക്സ്റ്റ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആർ ദ 2 terms associated with angiosperm fertilization. A. What is double fertilization? B. Explain triple fusion. C. Give the ploidy level of endosperm zygote. മറ്റൊന്ന്, what are the products and process of double fertilization? ഈ രീതിയിലെല്ലാം ചോദ്യങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. ഡീകമ്പോസിഷൻ. എന്താണ് ഡീകമ്പോസിഷൻ? ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ടു സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. കോംപ്ലക്സ് ഡെഡ് ഓർഗാനിക് മാറ്റർ സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് ഡീകമ്പോസിഷൻ. ഏതെല്ലാമാണ് സ്റ്റെപ്സ്? ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഡെട്രിറ്റസ്, ലീച്ചിങ്, കാറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് ഡീകമ്പോസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? കെമിക്കൽ കോമ്പോസിഷൻ, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ഇവിടെ ഡെട്രിറ്റസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ, ഡീകമ്പോസിഷൻ റേറ്റ് സ്ലോ. വാട്ടർ സോൾബിൾ ഷുഗേഴ്സ് ആൻഡ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. അങ്ങനെയാണെങ്കിൽ ഡീകമ്പോസിഷൻ ക്വിക്ക്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, എയറോബിക് ആൻഡ് വാം കണ്ടീഷൻ ആണെങ്കിൽ റേറ്റ് ക്വിക്കാണ്. അനൈറോബിക് ആൻഡ് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡീകമ്പോസിഷൻ സ്ലോ ആണ്. ഇനി ഇതിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങൾക്കുള്ള സാധ്യതകളാണ് കാണുന്നത്? ഒന്നാമത്തേത്, മോസ്റ്റ് യൂസ്ഫുൾ സ്റ്റെപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ഫോർ പ്ലാന്റ്സ് ഈസ്. ഇവിടെ മിനറലൈസേഷൻ ആണ് വരിക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീകമ്പോസിഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് കോംപ്ലക്സ് dead matters are broken down into simpler inorganic substances. A. Name the step of decomposition in which biological activity not found. Humification എന്നുള്ളതാണ്. B. Chemical composition of detritus influence decomposition. Why? Leaching, detritus, catabolism, humification, fragmentation, mineralization, detrivores, humus. Given above are the terms involved in the process of decomposition. Arrange them in correct sequence. Correct sequence: detritus, detrivore, fragmentation, leaching, catabolism, humification, humus, mineralization. If decomposition not occur in nature, huge amount of detritus of plants and animals may fill our ecosystems. It is seriously harm to living organisms of our environment. A. Define decomposition. B. Give the steps. C. Decomposers are known as scavengers of earth. Justify. Next, decomposition is largely an oxygen-requiring process. Rate of decomposition depends upon many factors. A. What are the factors influence the rate of decomposition? B. Explain it. ഈ രീതിയിലെല്ലാം ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്.
നെക്സ്റ്റ് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ എയിം എന്താണ്? പുതിയ വെറൈറ്റി, പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ഡിസൈറബിൾ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഡെവലപ്പ് ഡിസീസ് റെസിസ്റ്റൻസ്, ഹൈ ഈൽഡ്, പെസ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ടു ആബയോട്ടിക് സ്ട്രെസ്, കോൾഡ്, ഡ്രൗട്ട്, സലനിറ്റി എറ്റ്സെട്ര. ഏതെല്ലാമാണ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ്? ഒന്നാമത്തേത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. രണ്ടാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരൻസ്. മൂന്നാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ അമംഗ് സെലക്റ്റഡ് പാരൻസ്. നാലാമത്തേത് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമിനൻസ്. അഞ്ചാമത്തേത് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഇതിലെ ചില സാധ്യതയുള്ള ചോദ്യങ്ങൾ. കെയർഫുള്ളി റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു ദ സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്. ചൂസ് ദ കറക്റ്റ് സീക്വൻസ്. ടെസ്റ്റിംഗ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ വെറൈറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരൻസ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമിനൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പാരൻസ്, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഇത് കൃത്യമായി സീക്വൻസിൽ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാന്റ് ബ്രീഡിംഗ് ഈസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡിസൈർഡ് പ്ലാന്റ് ടൈപ്സ് ദാറ്റ് ആർ ബെറ്റർ suited for cultivation, give better yield and disease resistance. Write the major steps in plant breeding a new variety of crop. Next, Pusa Gaurav, Pusa A4, Himagri, Pusa Komal are some hybrid varieties developed through plant breeding. Sumesh get this information from a magazine, but he didn't know the steps of plant breeding. A. Write down the steps of plant breeding. B. Name the revolution that leads to the food production in world. Green revolution എന്നാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ്, പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ സിസ്റ്റമാറ്റിക് വേ ഇൻ റിസർച്ച് ഓർഗനൈസേഷൻസ്. എക്സ്പ്ലെയിൻ മെയിൻ സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ജനറ്റിക് വെറൈറ്റി. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ മേജർ സ്റ്റെപ്സ് ഫോളോഡ് for the production of new genetic variety, starting from collection of germplasm up to elucidating the cultivars. Next, Gelelectrophoresis. എന്താണ് Gelelectrophoresis? To separate cut DNA fragments under electric field. Restriction enzyme digestion വിധേയമായിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ഇലക്ട്രിക് ഫീൽഡിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് Gelelectrophoresis. Negatively charged DNA moves towards positively charged anode through agarose gel. അഗാറോസ് ജെല്ലിലൂടെ സീവിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ജെല്ലിലൂടെ നെഗറ്റീവ് ചാർജുള്ള DNA ആനോഡ് റീജിയനിലേക്ക് മൂവ് ചെയ്യുകയാണ്. DNA ഒബ്സർവ്ഡ് ആസ് ഓറഞ്ച് കളേർഡ് ബാൻഡ് ബൈ സ്റ്റെയിനിങ് വിത്ത് എഥിഡിയം ബ്രോമൈഡ് അണ്ടർ UV ലൈറ്റ്. സ്റ്റെയിൻ ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റുകൾ UV ലൈറ്റ് എക്സ്പോഷറിൽ ഓറഞ്ച് കളേർഡ് ബാൻഡ് ആയിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ ജെൽ പീസോടുകൂടി കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ എലൂഷൻ എന്നും പറയാറുണ്ട്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടാണ് മിക്കവാറും ചോദ്യങ്ങൾ വരാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിഗർ ഗിവൺ ബിലോ ഈസ് an important technique used in genetic engineering. A. Identify the technique. Find out aim of technique. The following photograph shows the result of technique showing the separation of DNA. Name the technique. B. How the separate DNA is visualized. C. DNA fragment size 500 base pairs and 2000 base pairs are separated by this process. Which fragment will migrate fast? Why? Write the technique used for separation of DNA fragments. Name the stain used to identify DNA bands in Gelelectrophoresis. എഥിഡിയം ബ്രോമൈഡ്. ഇതിലെല്ലാം ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം. എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം? ഇറ്റ് കട്ട് സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് വിത്തിൻ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഓഫ് ഡബിൾ സ്ട്രാൻഡ് DNA. ഒരു പ്രത്യേക സീക്വൻസിൽ DNA ഉള്ളിൽ കട്ട് ചെയ്യുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്.
പ്രധാനമായും ഈക്കോ R1 ഒരു ഉദാഹരണമാണ്. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഇത്തരം റെസ്ട്രിക്ഷൻ എൻസൈം വേർതിരിച്ചെടുക്കുന്നത് എസ്ചെറിഷ്യ കോളി RY13 എന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ഇവിടെ E സ്റ്റാൻഡ്സ് ഫോർ ജീനസ്, CO സ്റ്റാൻഡ്സ് ഫോർ സ്പീഷ്യസ്, R സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ, റോമൻ ലെറ്റർ 1 ഓർഡർ ഇൻ വിച്ച് എൻസൈം ഈസ് ഐസൊലേറ്റഡ്. ഇത്തരം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെല്ലാം ചോദ്യങ്ങളാണ് മുൻപ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാധ്യതയുള്ളത് എന്ന് നോക്കാം. ഇൻ ബയോടെക്നോളജി ലാബ് രാമു interested in constructing rDNA. For this, he used tools of rDNA technology. What happens if DNA polymerase enzyme is not used? Name the sequence of DNA subjected to the action of restriction enzyme. Following is the sequence of nucleotide in 2 strands of DNA. Observe the strands and answer the preceding questions. ഇവിടെ സീക്വൻസ് കൊടുത്തിരിക്കുന്നു. Name the special term used for such an arrangement of nucleotide. B. Name the special type of enzyme which work or function at these specific points. C. Name the enzyme that cut DNA between G-A sequence. D. Name the single strands produced after the action of enzyme. Next. Each restriction endonuclease recognizes a specific palindromic nucleotide sequence in the DNA. A. What is palindrome? B. Give one example. Dash are the enzyme used for cutting DNA molecule into fragments. An example for this type of enzyme is Eco R1. What does Eco R and 1 stands for? Sequence of base pairs in DNA that reads the same on both the strands when the orientation of reading is kept the same are called dash sequences, palindromic sequences. Genetically engineered insulin. Insulin taken from non-human source causes allergic disease. ഇൻസുലിൻ മറ്റുള്ള എനിമൽസിൽ നിന്ന് എടുത്ത് മനുഷ്യനിൽ ഉപയോഗിക്കുമ്പോൾ അലർജിക് ഡിസീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ കമ്പനി എലി ലില്ലി പ്രിപ്പയർഡ് ഇൻസുലിൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കിയത്. അതിൻ്റെ സ്റ്റെപ്സ് താഴെ കൊടുത്തിരിക്കുന്നു. ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ജീൻസ്, ഇൻസേർഷൻ ഓഫ് ജീൻസ് ഇൻ ടു പ്ലാസ്മിഡ്സ് ഓഫ് ഈക്കോളൈ, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാസ്മിഡ്സ് ഇൻ ടു ഈക്കോളൈ സെൽ, കൾച്ചർ ഓഫ് ഈക്കോളൈ സെൽസ്. അതിനുശേഷം കൾച്ചർ മീഡിയത്തിലുള്ള പെപ്റ്റൈഡ് ചെയിനുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നീട് ഡൈസൾഫൈഡ് ലിങ്കേജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ്. ആഫ്റ്റർ ദിസ് എ പോളിപെപ്റ്റൈഡ് ആൻഡ് ബി പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് കണക്റ്റഡ് ടുഗദർ ബൈ ഡൈസൾഫൈഡ് ലിങ്കേജ് ടു ഫോം ഇൻസുലിൻ. ഇത്രയും കാര്യങ്ങളാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലെ ചില ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ ഏതൊക്കെ രീതിയിലാണ്? Pharmaceutical companies are producing large quantities of human insulin by genetic engineering. Briefly explain the process. അതുപോലെ തന്നെ the recombinant DNA technological process have made immense impact in the area of healthcare. How Eli Lilly produced insulin. ഡയഗ്രാം കൊടുത്തും ചോദ്യങ്ങൾ വരാറുണ്ട്. Given below the diagram showing formation of insulin from proinsulin. Explain how proinsulin develops to form insulin. Next, beekeeping. ഇന്ത്യയിൽ പ്രധാനമായും ബീ കീപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഹണി ബി സ്പീഷീസ് ഏതാണ്? എപ്പിസ് ഇൻഡിക്ക. എന്താണ് എയിം? ഹണി ആൻഡ് ബീ വാക്സ് കിട്ടുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? നോളജ് ഓഫ് നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ്, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ബീ ഹൈവ്സ്, ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്, catching and hiving of swarms,
മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറൻറ്റ് സീസൺസ്. ഇത്രയും കാര്യങ്ങളാണ് സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് ആവശ്യമായി വരുന്നത്. ബീ കീപ്പിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ് ആൻഡ് ഹണി ഈൽഡ്. ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ബീ കീപ്പിംഗ് ഈസ് ദ ഓൾഡ് ഏജ് കോട്ടേജ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് കമേഴ്ഷ്യലി. എ. നെയിം ദ യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ്. ബി. വൈ ഡസ് എ ബീ കീപ്പർ കീപ്പ് ബീ ഹൈവ്സ് ഇൻ crop fields during flowering period? Apiculture has become an established income generating industry. What is apiculture? B. Which is the most commonly used species? What are the matters one should know before starting apiculture? ഇതോടെ വീഡിയോ സീരീസിലെ പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ സീരീസ് വളരെ വൈകാതെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ.